പറവലിൻ്റെ സബ്ജി ഉണ്ടാക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിന്ന് എടുത്തത് 4 പറവൽ, പിന്നെ ഒരു ഒണിയൻ ആൻഡ് 2 മുളക്. ഓക്കെ, നമുക്കിതിനകത്ത് ആദ്യം കുറച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കടുക് ഇടണം, പിന്നെ കുറച്ച് ജീരകം, നല്ല ഫ്ലേവർ വരും. അതായിട്ട് കുറച്ച് മുളകിടാം, 2 മുളക്. ഇതിനകത്ത് കുറച്ച് ഉള്ളി ഇടണം, ഒണിയൻ, പിന്നെ ലസർ ഇടണം, വെളുത്തുള്ളി ഇടണം. അത് കുറച്ച് ഫ്രൈ നല്ലതായിട്ടൊന്ന് വരട്ടി വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പറവലിട്ടാൽ മതി കേട്ടോ. നമുക്കങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കൊന്ന് നല്ലതായിട്ട് പിടിക്കും എണ്ണയ്ക്കകത്തിട്ട്. നമുക്കങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കൊന്ന് നല്ലതായിട്ട് പിടിക്കും എണ്ണയ്ക്കകത്തിട്ട്. നമുക്ക് ഈ പീസാക്കി വെച്ചേക്കുന്ന പറവലിടാം. വെള്ളം ഒഴിക്കാതെ നമ്മൾ ഫ്രൈ ചെയ്താണ് ഉണ്ടാക്കുന്നത്. അതാണ് കുറേ കൂടി ടേസ്റ്റ്. അപ്പോൾ റൊട്ടിക്കകത്തായാലും ചോറിൻ്റെ കൂടെ ആയാലും നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് ഇളക്കം എല്ലാം കൂടെ ചേർത്തിട്ട് ഇതിപ്പോൾ എന്തായാലും കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മുളക് പൊടി തോനെ ഇടണ്ട. നമുക്ക് തോനെ എരിയിലല്ല ഉണ്ടാക്കേണ്ടത്. സാധാരണ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് എരി ഇട്ടാൽ മാത്രം മതി, എങ്കിൽ അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് വരുത്തുള്ളൂ. അത് നമുക്കിവിടെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം, കുറച്ച് മുളക് പൊടി ഇടണം, പിന്നെ കുറച്ച് ഉപ്പ്, ശകലം മാത്രം മുളക് പൊടി ഇട്ടാൽ മതി. പിന്നെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾക്കിപ്പോൾ ഇതിനകത്ത് ഇച്ചിരി മാത്രം ഉപ്പിട്ടാൽ മതി. ബിക്കോസ് ഈ ഒരു പറവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി ഉള്ളുന്നതനുസരിച്ച് ഇത് കുറേയും കൂടെ ഞങ്ങൾ സ്പോഞ്ചാകും. അപ്പം നമുക്ക് ലാസ്റ്റിൽ മാത്രം ഉപ്പിട്ടാൽ മതി. ഓക്കെ, നമുക്കിതിനകത്ത് ഇച്ചിരി ഗരം മസാല ഇടാം. ഇതാണ് നമ്മുടെ ഫൈനൽ കറി. ഇനി നമുക്ക് ശകലം മാത്രം ഉപ്പിടാം കേട്ടോ, തോനെ ഇടരുത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മളത് നേരത്തെ വെക്കുന്ന സമയത്ത് കുറേ കാണും, പക്ഷെ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു പിടിയെ കാണും. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ എനിക്ക് കമൻ്റ് ഒന്ന് എഴുതിയേക്കണേ. ഓക്കെ, അപ്പോഴത്തേക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.